ഇരുളിൽ അലയും നരരെ തേടി തരയിൽ വന്നവനേ, കരകൾ പാപക്കരകൾ കഴുകും. നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഇത് അവൻ്റെ ശിഷ്യന്മാർ ആദിയിൽ ഗ്രഹിച്ചില്ല. യേശുവിന് തേജസ്കരണം വന്ന ശേഷം അവനെക്കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്നും തങ്ങൾ അവനെ ഇങ്ങനെ ചെയ്തു എന്നും അവർക്ക് ഓർമ്മ വന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യത്തിൽ വിശ്വാസം അർപ്പിക്കുന്നവർ ഭാഗ്യവാന്മാർ. ആ സത്യനിമിത്തം അവർ വീണ്ടെടുക്കപ്പെടുന്നു. എന്നാൽ ഈ സത്യത്തിൽ വിശ്വസിക്കാത്തവർ ന്യായവിധിയുടെ സമയത്ത് അപമാനിക്കപ്പെടുകയും വലിയ നഷ്ടം സഹിക്കുകയും ചെയ്യേണ്ടി വരും. പാഴാക്കിയ സമയത്തെക്കുറിച്ച് വിലപിക്കും. കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ നിറവേറി. അവൻ കുറ്റമറ്റവനും നിരപരാധിയുമാണ്. മനുഷ്യരാശിയുടെ പാപത്തിൻ്റെ ഭാരം സ്വയം ഏറ്റെടുത്ത് ക്രൂശിൽ നമുക്ക് പകരമായി ശിക്ഷ സഹിച്ച് നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അവൻ്റെ ചൊരിയപ്പെട്ട രക്തത്താൽ നമ്മുടെ പാപങ്ങൾ കഴുകി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുക്രിസ്തു നമ്മുടെ പാപത്തിന് പരിഹാരമായി തീർന്നു. യേശുക്രിസ്തുവിൻ്റെ യാഗത്തെയും പുനരുത്ഥാനത്തെയും അവൻ്റെ വിജയത്തെയും അവൻ്റെ ശക്തിയെയും ദൈവവചനത്തിൽ വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ സത്യസുവിശേഷത്തിൻ്റെ മഹത്വമാണ് നാം വായിച്ചു കേട്ട വേദഭാഗത്ത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും പാപത്തിൻ്റെ പരിണിതഫലമായ നരകത്തിൽ നിന്നും വിടുവിക്കപ്പെടുന്നു. അവൻ രക്ഷിക്കപ്പെടുന്നു. നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാനും നിങ്ങളുടെ ജീവിതത്തിൽ അവനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കാനും ഇടയാകട്ടെ. ഇത് ദൈവത്തോട് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥനയാണ്.